അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരവും മുൻ ക്യാപ്റ്റനും ഒക്കെയായിരുന്ന വിരാട് കോഹ്ലി. ഒരു സങ്കട വാർത്ത തന്നെയാണ് എന്ന് ക്രിക്കറ്റ് ലോകമെല്ലാം വിശേഷിപ്പിക്കുന്നു. രോഹിത്തിന്റെ വിരമിക്കലിന് പിന്നാലെ കോഹ്ലിയുടെ വിരമിക്കൽ താങ്ങാനാവാത്ത വേദന തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്ക് സമ്മാനിക്കുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. മാധ്യമങ്ങളെ കാണാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്തോ അദ്ദേഹത്തിനെ മാനസികമായി തകർത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. 2 ആഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള സന്നദ്ധത BCCIയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് BCCIയുടെ ഭാഗത്തു നിന്ന് പോലും മികച്ചതായ ഒരു തീരുമാനമോ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലോ ഒന്നും തന്നെ ഉണ്ടായില്ല. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി തന്നെ കോഹ്ലി ഫോണുകൾ എടുക്കുന്നില്ലായിരുന്നു, ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. രോഹിത്തിന്റെ വിരമിക്കലിന് തൊട്ടു പിന്നാലെ തന്നെ കോഹ്ലിയും വിരമിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും തുറുതുര കോഹ്ലിയുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും അറ്റൻഡ് ചെയ്യാതെ, ആരോടും സംസാരിക്കാതെ സമാധാന അന്തരീക്ഷത്തിൽ ഇരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കോഹ്ലി. വിവാഹിതനായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ പലപ്പോഴും തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ മാത്രം ചേർത്ത് പിടിച്ച് സമാധാനം കണ്ടെത്തിയ മനുഷ്യനാണ് വിരാട് കോഹ്ലി. ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് BCCI അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല.